അപ്പൊ ഇന്ന് രാവിലെ ഉണ്ടല്ലോ നല്ല മഴയായിരുന്നടാ പിള്ളേരെ. അപ്പൊ ഞാനുണ്ടല്ലോ ഈ രാവിലെ ഈ പത്രം ഇടാൻ പോയി കഴിയുമ്പോൾ എല്ലാ വീട്ടിലും ഇങ്ങനെ കയറ്റിയിടണം. ആരും ഓസൊന്നും വെക്കുന്നില്ല. എല്ലാവരും ഓസിന് പത്രം വായിക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഞങ്ങളുടെ ആ ഏരിയയിൽ. അപ്പം ഞാനിങ്ങനെ പത്രം ഇടാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ജോർജേട്ടനും പെണ്ണുമ്പിള്ളയും വീടിൻ്റെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ ഇരിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് ഇറങ്ങി വരാനൊരു ബുദ്ധിമുട്ട് പത്രം മേടിക്കാൻ. അപ്പം ഞാൻ നമ്മുടെ സ്ഥിരം പരിപാടി ചെയ്തു. പത്രം കറക്കി ആ പെണ്ണുമ്പിള്ളയുടെ മടിയിൽ പോയി കൃത്യം പത്രം അങ്ങ് ചാടി. പെണ്ണുമ്പിള്ള എന്നൊരു ഞെട്ടല. അപ്പം ജോർജേട്ടന് ഇത് കണ്ട് ചിരിക്കുക. നമ്മുടെ രീതിയൊന്നും അവർക്കറിയില്ലല്ലോ. ഞാൻ എന്നും രാവിലെ എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ തലവണ്ട നോക്കി ഒരു 3 പത്രം കൊണ്ട് എറിഞ്ഞേച്ചാൽ ഞാൻ എല്ലാ ദിവസവും പോകണം. അതവർക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഗേൾ ഫ്രണ്ടിൻ്റെ അമ്മയുടെ കൂട്ടുകാരിയുടെ അടുത്ത് പറയുക, അവൻ എൻ്റെ കൊച്ചിൻ്റെ തലവണ്ട നോക്കി അവൻ പത്രം എറിഞ്ഞിട്ടേക്ക് പോവുക. കാരണം അപ്പോൾ ഞാനും എൻ്റെ ഗേൾ ഫ്രണ്ടും തമ്മിൽ ഉടക്കായിപ്പോയി കുറേ നാളുകളായിട്ട്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനിയിപ്പോൾ ഗേൾ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോലും ഞാൻ പോണില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. വിളിക്കോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ഞാൻ പോകുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അത് പിന്നെ ഞാൻ കണ്ടിട്ടില്ല. തലവണ്ടക്കെട്ട് 2 എറിഞ്ഞ പിന്നെ അപ്പോൾ നമ്മുടെ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ പുതിയ ആൽബത്തിലൊന്ന് അഭിനയിക്കാൻ വരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗേൾ ഫ്രണ്ട് പറയുക, ആ സുനിതേനെ വിളിക്കുക, സുനിത നല്ലോണം അഭിനയിക്കുന്നുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു സുനിതയുടെ അഭിനയം, എന്നാൽ ഒന്ന് വിളിച്ചേരെ കേട്ടോ പറഞ്ഞേ. അങ്ങനെയാ ഗേൾ ഫ്രണ്ട് പറഞ്ഞ. ഇനിയിപ്പോൾ ഗേൾ ഫ്രണ്ടും വേണ്ട ബോയ് ഫ്രണ്ടും വേണ്ട, ഏതെങ്കിലും ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റിലിരുന്ന് പോകണം എൻ്റെ ആഗ്രഹം. എന്നാ ഞാൻ പോവാം.